ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീക്ക് ജാമ്യമില്ല. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളി. ദ്വാരപാലക സ്വർണ്ണ കവർച്ച കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. ദേവസ്വം മിനിറ്റ്സ് തിരുത്തിയതടക്കമുള്ള ഗുരുതര കുറ്റങ്ങളാണ് ജയശ്രീക്ക് മേൽ ആരോപിക്കപ്പെടുന്നത്. ജയശ്രീയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു. ഗോകുൽ, ഒന്ന് ഹൈക്കോടതി, പിന്നെ ഹൈന്ദവ സംഘടനകൾ, BJP ഒക്കെ പ്രതിഷേധം ശക്തമാക്കിയത്, ഹൈക്കോടതി ഇടപെട്ടത് ഒരു പരിധിവരെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രമുഖരെ അടക്കം കഴുത്തിന് പിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അല്ലേ? അറസ്റ്റിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ ആ കുരുക്കിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ ജയശ്രീ കേസുമായി ബന്ധപ്പെട്ട് താൻ പ്രതിസ്ഥാനത്ത് വന്നു എന്നറിഞ്ഞ സാഹചര്യത്തിൽ തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് ഹൈക്കോടതി ആ ജാമ്യ ഹർജി പരിഗണിക്കാതെ അത് സെഷൻസ് കോടതിയിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിലെ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകി. അതിൻ്റെ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ അന്തിമ വിധി വന്നിരിക്കുകയാണ്. അതായത് ജയശ്രീക്ക് ജാമ്യം നൽകേണ്ട ആ സാഹചര്യമില്ല എന്നുള്ളൊരു വിലയിരുത്തലിലാണ് പത്തനംതിട്ട കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് അർഹയല്ല ജയശ്രീ എന്നുള്ളൊരു വിലയിരുത്തലിലാണ്, കണ്ടെത്തലിലാണ് നിലവിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി അങ്ങനെ കോടതി വിധി ഉണ്ടായ സാഹചര്യത്തിൽ എന്തായാലും അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീക്കെതിരായിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സ്വർണം ചെമ്പായി മാറിയതിൽ, ഗൂഢാലോചന നടത്തിയതിൽ ഈ പ്രതിക്കും അല്ലെങ്കിൽ ജയശ്രീക്കും കൃത്യമായിട്ട് പങ്കുണ്ട്. ഇതിൽ ദേവസ്വം രജിസ്റ്ററിലടക്കം, മിനിറ്റ്സിലടക്കം ഗുരുതരമായിട്ട് ക്രമക്കേടുകൾ വരുത്തി, തിരുത്തലുകൾ വരുത്തി ജയശ്രീ എന്നുള്ളത് അന്വേഷണ സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയശ്രീയെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടാണ് പ്രതിസ്ഥാനത്ത് ജയശ്രീ വരുന്നത്. 4ാം പ്രതിയാണ് ആ കേസിൽ ജയശ്രീ. ഈ മിനിറ്റ്സിൽ തിരുത്തി വരുത്തി, അതായത് ഇത് സ്വർണം പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളിയാണ് എന്ന് അറിഞ്ഞിട്ട് കൂടിയും അതിൽ ചെമ്പുപാളി എന്ന് മാത്രം രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ ഗൂഢാലോചന നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് SIT സംഘം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ജയശ്രീയെ പ്രതി ചേർത്ത് ഇപ്പോൾ അറസ്റ്റ് നടപടികൾക്ക് കടക്കാനായിട്ട് ഒരുങ്ങുന്നത്. നിലവിൽ ഇവർ തിരുവല്ല സ്വദേശിയാണ്, പത്തനംതിട്ട തിരുവല്ല സ്വദേശിയാണ്. എങ്കിലും എറണാകുളം കാക്കനാടാണ് ഇവർ സ്ഥിര താമസക്കാരിയായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം ഇനി ഏതു വിധത്തിൽ ജയശ്രീയുടെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഒരുപക്ഷെ മറ്റു പ്രതികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതുപോലെ ആകുമോ, അല്ലെങ്കിൽ മുരാരി ബാബുവിനെ നേരിട്ട് വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു, കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അങ്ങനെ ആയിരിക്കുമോ ജയശ്രീയുടെ കാര്യത്തിൽ അന്വേഷണ സംഘം നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ മുരാരി ബാബുവിനും അതോടൊപ്പം തന്നെ D സുധീഷ് കുമാറിനും KS ബൈജുവിനും ശേഷം ദേവസ്വം ബോർഡിൽ നിന്നുള്ള ഉദ്യോഗസ്ഥയായിട്ടുള്ള 4ാമത്തെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ജയശ്രീയുടെ കാര്യത്തിൽ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആകെ 5 അറസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. 6ാമത്തെ അറസ്റ്റ് ആയിരിക്കുമോ ജയശ്രീ എന്നുള്ള കാര്യം കൂടി എന്തായാലും നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും പ്രമുഖരിലേക്കും ഉന്നതരിലേക്കും കൂടി അന്വേഷണം നീളുന്നു, അറസ്റ്റ് നീളുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും N വാസു അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു ഉന്നത സ്ഥാനത്തിരുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇനി എന്തായാലും ബാക്കി പ്രതികളിലേക്ക് കൂടി അന്വേഷണ സംഘത്തിന് വേഗത്തിൽ തന്നെ കടക്കുവാനായിട്ട് സാധിക്കും. ഒപ്പം നേരത്തെ മുതൽ തന്നെ അറസ്റ്റിലായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റി അടക്കമുള്ള ആളുകളുടെ മൊഴിയിൽ നിന്നടക്കം ഈ പ്രതികളുടെ വിവരങ്ങളും അവരുടെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളും ധാരണകളും ഒക്കെ അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിക്കുകയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ഏറെ നിർണായകമായിട്ടുള്ളൊരു ഘട്ടം കൂടിയിട്ടാണ് ഈ ഘട്ടമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. കാരണം N വാസുവിനെ അറസ്റ്റ് ചെയ്തു. ഇനി പത്മകുമാറിനെ, അല്ലെങ്കിൽ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നു. 2 തവണ പത്മകുമാറിനെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം സാവകാശം ചോദിച്ചത് മൂലം നടന്നില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും ലഭ്യമാകുന്നു. അങ്ങനെ N വാസുവിന് ശേഷം പത്മകുമാർ അടക്കമുള്ള ഉന്നതരിലേക്ക് കൂടി അന്വേഷണം നീളുന്നു. അതിന് പിന്നാലെയാണ് എന്തായാലും ഈ ജയശ്രീ, ദേവസ്വം ബോർഡിലെ നിർണായകമായിട്ട് സ്ഥാനത്തിരുന്നിട്ടുള്ള, മുൻ ദേവസ്വം സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ള ജയശ്രീയുടെ അറസ്റ്റിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും സെഷൻസ് കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ജയശ്രീക്ക്
ജയശ്രീക്ക് വേണമെങ്കിൽ ഇനി ഹൈക്കോടതിയിൽ വീണ്ടും ഒരു തവണ കൂടി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കും. ആദ്യഘട്ടത്തിൽ അങ്ങനെ സമർപ്പിച്ചിരുന്നെങ്കിലും സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് ശേഷം മാത്രമേ ഹൈക്കോടതി ഇടപെടുകയുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. എന്തായാലും അത് തള്ളിയ സാഹചര്യത്തിൽ ജയശ്രീക്ക് ഇനി വേണമെങ്കിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് പോകുവാനായിട്ട് സാധിക്കും. തൻ്റെ അനാരോഗ്യം അടക്കം കണക്കാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ തനിക്കിതിൽ പങ്കില്ല എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത്. എന്തായാലും മറ്റു പ്രതികളും സമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുരാരി ബാബു അടക്കമുള്ള ആളുകളും ഈ ജാമ്യാപേക്ഷയിൽ അനാരോഗ്യമൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ പ്രതികൾ ചെയ്തിരിക്കുന്നത് എന്ന് SITക്കും അതോടൊപ്പം തന്നെ കോടതിക്കും ഹൈക്കോടതിക്കും കൃത്യമായിട്ട് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് എന്തായാലും കർശന നടപടി സ്വീകരിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം ഹൈക്കോടതി ആ രീതിയിൽ തന്നെ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതികൾക്കെതിരെ കൃത്യമായിട്ട് നിലപാടുണ്ടാവണം, നടപടി ഉണ്ടാകണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ അന്വേഷണത്തിൽ ഒരു വലിയ ഇഴച്ചിലുണ്ടായിരുന്നു. കൂടുതൽ പ്രതികളിലേക്ക് എത്താതെ ഒരു നിലപാട് അന്വേഷണ സംഘം സ്വീകരിച്ചിരുന്നു. പലരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാട് അന്വേഷണ സംഘം സ്വീകരിച്ചിരുന്നതെങ്കിൽ ഈ ഘട്ടത്തിൽ ഹൈക്കോടതി ആ രീതിയിൽ കർശനമായിട്ടൊരു നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ, ഇടപെടൽ നൽകിയ സാഹചര്യത്തിൽ ഈ ഉന്നതരായിട്ടുള്ള പ്രതികളിലേക്ക് എത്താതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തി. ഗോകുൽ, ഞാൻ വരാം, ഗോകുലിലേക്ക് വരാം. പ്രജിത്ത് മോഹനൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. പ്രജിത്ത്, ആദ്യ കുറച്ചുനാൾ പോറ്റിയെ ചുറ്റി മാത്രം അന്വേഷണം മുന്നോട്ട് പോയി. പോറ്റി അറസ്റ്റിലായി. പിന്നീട് മുരാരി ബാബു, സുധീഷ്, സാക്ഷാൽ N വാസു, ഇപ്പോൾ ജയശ്രീ കൂടി അറസ്റ്റിലാകുമെന്ന വാർത്തകൾ വരുന്നു. അങ്ങനെ ഈ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടുള്ള തിരുത്തലുകൾ, കവർച്ച, ഇതൊക്കെയും വിരൽ ചൂണ്ടുന്നത് അതിലും ഉന്നതരിലേക്കോ? അങ്ങനെ തന്നെയാണ് കൃഷ്ണരാജ് നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ച് ഒന്ന്, ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കപ്പുറത്തേക്ക് N വാസുവിനപ്പുറത്തേക്ക് A പത്മകുമാർ, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് ഈ സ്വർണ്ണക്കവർച്ചയെ പറ്റി അറിയാമായിരുന്നു എന്നുള്ളത് SIT പറഞ്ഞു കഴിഞ്ഞു. N വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി ദേവസ്വം ബോർഡിന് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നുള്ള പരാമർശം ഉൾപ്പെടുത്തിയതോടുകൂടി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ, ദേവസ്വം ബോർഡ് അംഗം എന്നിവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുമെന്നുള്ളത് ഏതാണ്ട് ഒരു ഉറപ്പുമായിട്ടുണ്ട്. കാരണം ഇവർക്ക് പങ്കുണ്ടെങ്കിൽ, ഈ തട്ടിപ്പിൽ ഇവർക്ക് പങ്കുണ്ടെങ്കിൽ, ഇവരുമായി വളരെ അടുപ്പമുണ്ടായിരുന്നവർ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഗൂഢാലോചനയായിരിക്കാം ഇതെന്നുള്ളൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം N വാസുവിനെ പോലെ ഇത്ര വലിയ സ്വാധീന ശക്തിയുള്ള, ഇത്ര വലിയ സർവാധികാരിയായി വാണിരുന്ന ഒരു CPM നേതാവിനെയാണ് ഏറ്റവും അവസാനമായി ഈ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യഘട്ടം മുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിനൊരു തുടർച്ചയുണ്ട്. ഈ തുടർച്ച ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മുരാരി ബാബുവിലേക്ക്, പിന്നീട് സുധീഷ് കുമാറിലേക്ക്, അത് കഴിഞ്ഞ് N വാസുവിലേക്കും എത്തി നിൽക്കുന്നു. ഇതിനിടയിൽ ഈ ജയശ്രീയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്നതുകൊണ്ടാണ് ആ അറസ്റ്റിലേക്കോ ആ നടപടികളിലേക്കോ ഇതുവരെ അന്വേഷണ സംഘം പോകാത്തതെന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഘട്ടം ആരെ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽപ്പുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് A പത്മകുമാറിൻ്റെ നടപടിയാണ്. A പത്മകുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതാണ്. കാരണം 2 വട്ടം ഇപ്പോൾ തന്നെ A പത്മകുമാറിനായി അന്വേഷണ സംഘം ഹാജരാകാൻ നോട്ടീസ് നൽകി കഴിഞ്ഞു. ഇതിൽ 2 വട്ടവും പത്മകുമാർ പറഞ്ഞൊഴിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അധിക സമയം പത്മകുമാറിന് ലഭിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. അതിനു മുൻപ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിച്ചേരേണ്ടി വരും. ഇല്ല എങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഇനി ഈ കേസിൽ ജയശ്രീയെക്കാളും ഉന്നതനായിട്ടുള്ള ആൾ എന്ന് പറയുന്നത് A പത്മകുമാറാണ്. കാരണം ഈ പറയുന്ന ജയശ്രീ അടക്കമുള്ളവർക്ക്, ജയശ്രീ അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് എന്ത് തീരുമാനമെടുക്കുന്നു അത് നടപ്പിലാക്കുന്നു എന്നുള്ള ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും A പത്മകുമാറും അന്നത്തെ ദേവസ്വം ബോർഡും തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥയാണ് ജയശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ അപ്പുറത്തേക്ക് ഈ പറയുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തതാരെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. N വാസു സ്വർണ്ണക്കവർച്ച നടത്താനായി ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് പറഞ്ഞ രേഖപ്പെടുത്തിയത് കൃത്യമായി അറിയാമായിരുന്നു ദേവസ്വം ബോർഡ് എന്നുള്ള കണ്ടെത്തലോടുകൂടി ജയശ്രീക്കും അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിനെ ഒരു പ്രതിസ്ഥാനത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘം കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ തന്നെ കട്ടളപ്പാളി കവർച്ച കേസിൽ 8ാം പ്രതിയാണ് ദേവസ്വം ബോർഡ്. പക്ഷേ ഇനി അറിയേണ്ടത് ഇത് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഈ A പത്മകുമാർ അടക്കമുള്ളവരെ വ്യക്തിപരമായി പ്രതി ചേർക്കുന്ന ഒരു സമീപനം പ്രത്യേക അന്വേഷണ സംഘം പോകുമോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന, നടപടി നേരിടുന്ന ഏറ്റവും വലിയ പ്രമുഖനായ അല്ലെങ്കിൽ ഏറ്റവും വലിയ വ്യക്തിത്വം എന്ന് പറയുന്നത് നിലവിൽ CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പർ കൂടിയായിട്ടുള്ള A പത്മകുമാർ ആയിരിക്കും. പ്രജിത്ത്, അതായത് ഇപ്പോൾ ഒരു ക്രമമായ അറസ്റ്റുകളാണ് രേഖപ്പെടുത്തുന്നതെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. അതായത് ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, അതിനുശേഷം
സുധീഷ്, ഒപ്പം അടുത്തു നിൽക്കുന്ന എൻ വാസു, ഇപ്പോൾ ജയശ്രീ, ഇനി പത്മകുമാർ. സംശയം ഇതല്ല, ഇതൊക്കെ രാഷ്ട്രീയ നിയമനങ്ങളാണ്. ഇപ്പോൾ ദേവസ്വം സെക്രട്ടറി അവിടെ നിൽക്കട്ടെ, മറ്റെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളാണ്. ആ രാഷ്ട്രീയ നിയമനങ്ങൾക്ക് കാരണക്കാരായവർ ഉണ്ടല്ലോ. മാത്രവുമല്ല, ദേവസ്വം ബോർഡിനെ മാത്രം പഴിച്ചെങ്ങനെ മാറ്റി നിർത്തും? ദേവസ്വത്തെ നിയന്ത്രിക്കുന്ന ഒരു മന്ത്രിയുണ്ടല്ലോ. അപ്പോൾ ആ വഴിക്കെങ്കിൽ, ശരിയായ വഴിക്കെങ്കിൽ അവിടെയും എത്തണ്ടേ? കൃഷ്ണരാജ്, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, അന്വേഷണ സംഘം ഇപ്പോൾ സംശയിക്കുന്നത് ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ്. അതായത് എൻ വാസുവിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ തർക്കമില്ല. അന്വേഷണ സംഘം നേരത്തെ വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ളവയിൽ കൃത്യമായി ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഇവിടെ അന്വേഷണ സംഘത്തിൻ്റെ ആ ഗൂഢാലോചന വാസു നടത്തി എന്ന് പറയുന്നതിനൊപ്പമുള്ള പരാമർശമാണ് ദേവസ്വം ബോർഡിനും ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നു. ദേവസ്വം ബോർഡിന് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ ആ സ്വർണ്ണക്കവർച്ചയ്ക്കായുള്ള ഗൂഢാലോചനയിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്താനുള്ളതും അത് കോടതിയെ അറിയിക്കാനുള്ളതും. അങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ മാറുകയാണെങ്കിൽ ഇവരെല്ലാം ചേർന്നൊരു ഗൂഢാലോചന മാത്രമാണോ ഇത്? അതോ കോടതി സംശയിച്ചതുപോലെ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘങ്ങൾക്ക് ഇവിടെ ഒരു സമീപനം അല്ലെങ്കിൽ ഒരു രീതി ഈ സ്വർണ്ണക്കവർച്ചയിൽ ഉണ്ട് എന്നുള്ളത് കോടതി സംശയിച്ചതുപോലെ അത്തരത്തിലുള്ള ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ? ഈ ഒരു ഗൂഢാലോചന സംഘത്തിനപ്പുറത്തേക്ക് ഉന്നത രാഷ്ട്രീയക്കാരെങ്കിലും ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ള സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത് SIT-യിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിനുണ്ടാകുന്ന പല തടസ്സങ്ങളുമുണ്ട്, പ്രശ്നങ്ങളുമുണ്ട്. കൃഷ്ണരാജനും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ പലപ്പോഴും പുറത്തു വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഉന്നതരിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൽ ഹൈക്കോടതി സൂചിപ്പിച്ച ഒരു കാര്യം, അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘങ്ങളുടെ രീതികൾക്ക് ഈ സ്വർണ്ണക്കവർച്ചയുമായി പങ്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ ഒരു ബന്ധം ഇതിലുണ്ട് എങ്കിൽ എങ്ങനെ ഈ ഒരു പത്മകുമാറിനെ പോലെ ഇത്രയും പേരടങ്ങുന്ന, അതായത് ഈ പത്മകുമാറും വാസുവും എന്നൊക്കെ പറയുന്ന ഏകദേശം ഒരേ തലത്തിൽ വരുന്ന CPM നേതാക്കളാണ്. അവർ ഒരുമിച്ചിരുന്നൊരു ഗൂഢാലോചന നടത്തി തീരുമാനമെടുത്തതാണോ? അവർക്ക് മുകളിൽ ഇനി ആരെങ്കിലും ഒരു ബോസ് ഉണ്ടോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ തുടർ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കാരണം പത്മകുമാർ പുറത്തു നിന്ന് തനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് പോലെയോ എൻ വാസു നേരത്തെ പുറത്തു നിന്ന് തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞതുപോലെയോ ഒന്നും ഈ അന്വേഷണ സംഘത്തിന്റെ മുൻപിലേക്ക് വരുമ്പോൾ അവർക്ക് അത്തരം മറുപടികൾ പറഞ്ഞ് ഒഴിഞ്ഞു പോകാനാകില്ല. അതുകൊണ്ട് ഇവർക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടി വരും. കാരണം കോടതിയുടെ നിരീക്ഷണം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് എത്ര വൈകിയാലും അന്വേഷണം എത്ര ഇഴഞ്ഞാലും ശരി, അന്തിമ റിപ്പോർട്ട് കോടതിയുടെ മുന്നിലാണ് എത്തേണ്ടത് എന്നുള്ളത് കൊണ്ട് അന്വേഷണ സംഘത്തിന് ഇതിൽ ഒരു പ്രത്യേക താല്പര്യമെടുത്ത് പ്രവർത്തിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിന് ഈ അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം സർക്കാർ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് CPM വാസുവിന്റെ